ഓണക്കാലങ്ങളിൽ മാത്രം തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ പക്കാവടയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാൻ ആവശ്യമായി ഒരു ബൗളിലേക്ക് 2 കപ്പ് കടലമാവാണ് എടുക്കേണ്ടത്. ഇനി ഇതേ കപ്പളവിൽ തന്നെ 1.5 കപ്പ് അരിപ്പൊടി കൂടിയാണ് ഇതിലേക്ക് എടുക്കേണ്ടത്. ശേഷം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ശേഷം ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്തത് ശേഷം ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ കൂട്ടുകൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു 7-8 കുഞ്ഞുള്ളി കൂടി ഒരു പാത്രത്തിലേക്ക് എടുക്കാം. പിന്നീട് അതിലേക്ക് 1 സ്പൂൺ പെരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ഇല വെളുത്തുള്ളി കൂടിയാണ് എടുക്കേണ്ടത്. ഇനി ഇത്രയും ഇൻഗ്രീഡിയൻസ് മിക്സിയുടെ ചെറിയ ജാറിൽ വെള്ളം ചേർക്കാതെ തന്നെ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് വരാം. അപ്പോൾ ഒട്ടും തരിയില്ലാതെ തന്നെ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് കൂടി ചേർത്ത് വെച്ചിട്ട് പക്കാവട തയ്യാറാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് പക്കാവടയായിരിക്കും കേട്ടോ കിട്ടുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക, ഒരുപാട് വെള്ളമായി പോകരുത്. അപ്പോൾ ഈ പൊടി ഫുള്ളായിട്ട് കുഴച്ചെടുക്കാൻ ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളമാട്ടോ എനിക്ക് വേണ്ടി വന്നത്. പിന്നെ ഓരോ പൊടികളുടെ അളവിനനുസരിച്ച് ഇത് വെള്ളത്തിനൊക്കെ മാറ്റം വരും. നിങ്ങൾ നോക്കിയ ശേഷം കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 സ്പൂൺ ഓയിലാണ്. ഇത് നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടി ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, ഇപ്പം തന്നെ നമുക്ക് പക്കാവടകളാക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ സേവനാഴയുടെ അകം കൂടി ഒന്ന് ഓയിൽ വെച്ച് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം മാവിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അച്ചിൽ നിന്ന് പെട്ടെന്ന് മാവിങ്ങ് പോരും. അപ്പോൾ ഈ ഒരു പരുവത്തിലാട്ടോ, ഈ ഒരു അച്ചാട്ടോ ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ ഈ തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു അല്പം കുറച്ച് വെച്ച് തന്നെ ഇതിൻ്റെ അകം വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കളറ് മാത്രമേ വരത്തുള്ളൂ, അകം വേവില്ല. ഇനി ഇത് വറുത്ത് കോരുന്ന സമയത്ത് ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ ശേഷം മാത്രം മറു സൈഡും കൂടെ തിരിച്ചിട്ടേച്ചിട്ട് ഇത് വറുത്ത് കോരുക. ഇനി ഇതൊരു സെറ്റ് വറുത്തെടുത്തതിന് ശേഷം ഒരു പിടി കറിവേപ്പില കൂടി ഇതേ എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ഫ്ലേവർ കൂടി നമ്മുടെ പക്കാവടയ്ക്ക് കിട്ടും. നേരത്തെ പോലെ തന്നെ കുറേശ്ശെയായിട്ട് മാവിട്ട് കൊടുത്ത് ഓരോ സെറ്റുകളായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കവട നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊരൽപ്പം ആറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സുകളിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരോടും ബോൺ അപ്പത്തീറ്റോ.